നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കൊലപാതകിക്കൊപ്പം അവൾക്ക് ഇനി എത്ര കാലം ജീവിക്കാൻ പറ്റും? അല്ല, ഇനി അവൾക്കത് സാധിക്കോ? ഇല്ല, അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വരും. അവൾ ഇവിടെ വരണം. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? എനിക്ക് വിശക്കുന്നു. എനിക്ക് ഫുഡ് തരാൻ പറഞ്ഞിട്ട് മാലക കേൾക്കണ പോലുമില്ല. മാലയ്ക്ക് എന്താ പറ്റിയേ? മാലയ്ക്ക് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കിപ്പോ ആഹാരല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. നീ ദേവിക ശല്യം ചെയ്യാതെ. വേണ്ട, എനിക്ക് മാലക തന്നാ മതി. സിദ്ധു പറയുന്നത് കേൾക്ക്. ഇല്ല, ഞാൻ കേൾക്കൂല. എനിക്ക് മാലക തന്നെ തരണം. സിദ്ധു, നീ വെറുതെ വാശി പിടിക്കല്ലേ മോനെ. ദേവിക കുറച്ചു നേരം ഇവിടെ സ്വസ്ഥായിട്ടിരിക്കട്ടെ. നീ എന്റെ കൂടെ വാ, നിനക്ക് അമ്മ ആഹാരം തരാം. വേണ്ട വേണ്ട, എനിക്ക് ആഹാരം മാലക തന്നാ മതി. സിദ്ധു എടാ പറയുന്നത് കേൾക്ക്. എടാ നീ അനുസരണ കാണിക്കേ. നീ വാ. ഇല്ല, വരാൻ ഞാൻ വരില്ല. മാലക എനിക്ക് വിശക്കുന്നു. വാ, എന്നെ വിട്. ഇത് വിട്. ഇങ്ങോട്ട് മാലക ഇല്ലാണ്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. അന്നേ മാലക പറയുന്ന അനുസരിക്കുന്നുണ്ടോ? വാ. എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരുവേ. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലേ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. നീ ഇങ്ങനെ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലേ ദേവികയെ ശല്യപ്പെടുത്തിയ ദേവിക നിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ വീട് വിട്ടിറങ്ങി പോകും. എന്നേക്കുമായി. അത് വേണോ? മാലക ഇവിടുന്ന് പോവോ? ആ, നീ ദേവിക ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ദേവിക പോവും. മാലക എന്നെ വിട്ടിട്ട് പോവോ? എന്നെ വിട്ടിട്ട് പോവല്ലേ മാലക? എങ്ങോട്ടും പോവല്ലേ? എടാ നിന്റെ മാലക നിന്നെ വിട്ട് പോകാതിരിക്കണമെങ്കിൽ നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. നീ ദേവികയെ ശല്യപ്പെടുത്തരുത്. അനുസരിക്കാം. അച്ഛനമ്മയും പറയുന്ന എല്ലാം അനുസരിക്കാം. പക്ഷെ മാലക ഞാൻ ശല്യപ്പെടുത്തേയില്ല. മാലക എന്നെ തനിച്ചാക്കിട്ട് എവിടെയും പോവല്ലോ കേട്ടോ. പോവോ മാലക? കുട്ടന്റെ കാര്യത്തിൽ ദേവിക തെറുതി പിടിക്കണ്ടായിനി. ഇനി കുട്ടൻ ദേവിക ശല്യപ്പെടുത്തില്ല, അല്ലേ സിദ്ധു? ഇല്ല ഇല്ല, ഞാൻ ശല്യപ്പെടുത്തില്ല. ഈ കുടുംബം മുഴുവൻ ദേവികയോടൊപ്പം ഉണ്ടാവും. തീരുമാനം എടുക്കേണ്ടത് ദേവിക. ദേവിക നല്ലൊരു തീരുമാനം എടുക്കണം. ആലോചിച്ച് വളരെ സാവധാനം തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ദേവിക ഒന്ന് ആലോചിക്കും. ആ സിദ്ധു വാ, ആരുടെ ശല്യമില്ലാതെ ദേവിക കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. വാ. മോനെ, മോന്റെ മാലാക്ക ഇപ്പൊ വല്ലാത്ത വിഷമത്തിലാണുള്ളത്. അത് മോൻ മനസ്സിലാക്കണം. മാലക എന്തിനാ വിഷമിച്ചിരിക്കണേ? മാലകയുടെ അമ്മ ഇവിടെ വന്ന് മാലക ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാ? അല്ല, ഈ മാലകയുടെ അമ്മ എന്തിനാ ഇവിടെ വന്ന് വഴക്കൂടിയേ? അച്ഛാ, അമ്മ കരയണു. അമ്മ എന്തിനാ കരയണേ? മാലാക സങ്കടപ്പെട്ടിരിക്കണോണ്ടാണോ അമ്മ കരയണേ? ഒന്നുമില്ലടാ, ഒന്നുമില്ല. മാലാക വിഷമിച്ചിരിക്കുകയാണെന്ന് മോന് മനസ്സിലായോ? എങ്കിൽ ഇനി മോനായിട്ട് മാലാഖയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാക്കരുത്. ഇല്ല. തൽക്കാലം മോൻ മാലാഖയുടെ മുറിയിലൊന്നും പോകാതെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണം. അപ്പോ എനിക്കിനി മാലാഖയുടെ റൂമിൽ പോകാൻ പറ്റൂല? ഞങ്ങള് പറയുന്നത് വരെ മോൻ അവിടെ പോകണ്ട. നിന്നോട് എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. ദേവിക്ക് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ട സമയം ഇത്. അവൾ അവളുടെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിച്ചതിന് പകരം അവളെ സഹായിക്കേണ്ട സമയം. നീ പറഞ്ഞതൊക്കെ സിദ്ധുവിന് എങ്ങനെ അറിയാനാ? മോൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി.
മാലാകെ ശല്യപ്പെടുത്താതിരുന്നാ മതി. ഇനി ഞാൻ ഒരിക്കലും മാലകെ ശല്യപ്പെടുത്തൂല അച്ഛാ. നല്ല കുട്ടിയായിട്ട് ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. എന്താ അമ്മ പോരെ? മതിയടാ, അത് മതി. ശ്രീയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയാ നീ ഇന്ന് പൊന്നാരം തോട്ടത്ത് പോയി കാണിച്ചത്. നിനക്കെന്താ മനോനില തെറ്റിപ്പോയോ? മോഹനം മരിച്ചത് ഒരു കാറപകടത്തിലാണെന്ന് മാത്രമേ ഞങ്ങൾക്കെല്ലാം അറിയൂ. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ആകെ അറിയാവുന്ന ഒരേ ഒരാൾ നീയാ. അതുകൊണ്ട് നീ പറയുന്ന സത്യമായിരിക്കും, ഞാൻ വിശ്വസിക്കുന്നു. മോഹനന്റെ മരണത്തിന് ഉത്തരവാദി സിദ്ധാർത്ഥൻ തന്നെ ആയിരിക്കാം. ആയിരിക്കാമെന്നല്ല, ആണ്. സിദ്ധാർത്ഥൻ തന്നെയാണ് മോഹനേട്ടന്റെ കൊലപാതകി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എനിക്കതിൽ യാതൊരു പിഴവും പറ്റിയിട്ടില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ അതിപ്പോ പൊന്നാരം തോട്ടത്ത് പോയി വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിലെന്താ കുഴപ്പം? അതിലെന്താ കുഴപ്പമെന്ന്? ശ്രീയല്ലേ, നീ ഇങ്ങനെ മുന്നും പിന്നെ നോക്കാതെ സിദ്ധാർത്ഥനാണ് മോഹന്റെ കൊലപാതകം എന്ന് വിളിച്ചു പറഞ്ഞാ തകരുന്നത് ഈ വീട്ടിലെ 3 പെൺകുട്ടികളുടെ ജീവിതമാണ്. അത് നീ മറന്നു പോകരുത്. ദേവിയേക്കുണ്ടായ ഈ വിധിയില് എന്റെ നെഞ്ച് നെരുപ്പോട് പോലെ പോകുകയാ. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാറില്ല മോളെ. എല്ലാം നമ്മളിപ്പോ ഉള്ളിലൊതുക്കി കഴിയുന്ന ശ്രീയല്ലേ നല്ലത്. നീ അത് ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോ എല്ലാം കൈവിട്ടു പോയ സ്ഥിതിക്ക് എന്ത് സംഭവിക്കുന്ന ഒരു ഊഹവുമില്ല. നമ്മുടെ കുട്ടികളുടെ ജീവിതം തകരാതിരുന്ന മതിയായിരുന്നു. തകരുന്നെങ്കിൽ തകരട്ടെ, അതിൽ എനിക്ക് ഒരു മനസ്താപവും ഇല്ല. ദേവികയുടെ ജീവിതം തകർന്നില്ലേ? ഒരു ഭ്രാന്തന്റെ കൂടെ പൊറുക്കുന്ന അവക്ക് എന്ത് ജീവിതം ഉള്ളത്? ഭ്രാന്തൻ മാത്രമല്ലല്ലോ അവൻ, അവളുടെ അച്ഛന്റെ കൊലപാതകിയും കൂടെ അല്ലേ? ആ കൊലപാതകിക്കൊപ്പം അവൾക്കിനി എത്ര കാലം ജീവിക്കാൻ പറ്റും? അല്ല, ഇനി അവൾക്കത് സാധിക്കോ? ഇല്ല, അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വരും. അവൾ ഇവിടെ വരണം. അതും കൂടി മുന്നിൽ കണ്ടിട്ട് തന്നെയാ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞത്. ശ്രീയല്ലേ, ആ കൊലയാളിക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഭേദം അവൾ ഇവിടെ വന്ന് എന്റെ കൂടെ ജീവിക്കുന്നതാ. ശ്രീയല്ലേ, നീ ഇങ്ങനെ ഭ്രാന്ത് പറയരുത്. നിന്റെ ഈ എടുത്തിയാട്ടം കൊണ്ട് ഒന്നിനും പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. പരിഹാരമില്ലെന്ന് ആര് പറഞ്ഞു അച്ഛനോട്? ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ട്. ഒരു പരിഹാരമേ ഉള്ളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഇനി എല്ലാവരും കൂടെ ചേർന്ന് അതിന് തടയിടാൻ. അതുകൊണ്ട് തൽക്കാലം ഞാനായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും അത് കണ്ടറിഞ്ഞാ മതി. ആ, തീരുമാനമെടുക്കുന്നത് കൊള്ളാം. പക്ഷേ നീ എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളാണെന്ന് നിനക്ക് ഓർമ്മ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.